ഇതുവരെ ആരും ഒന്നും ചോദിച്ചില്ല. ഇവരെന്തേലൊക്കെ ചോദിക്കാട്ടോ. എല്ലാരും വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ ആരും ഒന്നും ചോദിക്കണില്ല. അതെന്താ? ഉം, ഉം. ഒന്നും ചോദിക്കാഞ്ഞിട്ടാ ശരി. ഉം. എന്താ? ഉം. ആരേലും എന്തേലും ചോദിക്ക്. ആരും ഒന്നും മിണ്ടണില്ല. ഇപ്പൊ 7 പേരുണ്ട്. 7 പേരില് ആർക്കേലും ഒരാൾക്ക് എന്തേലൊക്കെ ചോദിക്കാം. നിങ്ങളൊന്നും ചോദിക്കണ്ടേ. ഞാൻ മാത്രം ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു. നിങ്ങൾ എന്തേലും ചോദിച്ചാലേ എനിക്ക് എന്തേലും മറുപടി അറിയാൻ പറ്റൂ. ആരും ഒന്നും ചോദിക്കണില്ല. ഇടയ്ക്ക് ഒരു മൂൺലൈറ്റ് മാത്രമുണ്ട്. എന്നിട്ടോളാം. ഈ ആഴ്ച ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്ക്. ഈ ആഴ്ച ആര് പോകുന്ന് വെച്ചാ ആര് പോകുന്നു എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഡേഞ്ചർ സോണിൽ ഉള്ളത് നമ്മുടെ നന്ദനയും അതുപോലെ തന്നെ സായും ഇവർ രണ്ടുപേരും കുറച്ച് ഡേഞ്ചർ സോണിലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നോറയും അതെ കുറച്ച് ഡേഞ്ചർ സോണിലാണെന്ന് തോന്നുന്നു. ഇവര് 3 പേരില് 2 പേര് പോകുന്നതാണ് എന്റെ ഒരു ധാരണ. 2 പേര് പോകണല്ലോ, അല്ലാതെ പിന്നെ എങ്ങനെയാണല്ലേ, കാരണം ഇനി 2 ആഴ്ച കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ നന്ദന പോവോന്ന് അറിയില്ല. നന്ദന ടിക്കറ്റ് ഈ ഒരു വീക്ക് കഴിയണല്ലോ എന്തായാലും ടിക്കറ്റ് ഫിനാലെ കിട്ടിയാലും. നന്ദനോ സായോ നോറയോ ഒരു 3 പേര് ഒരാൾ 3 പേരും പോവോന്നും അറിയില്ല. 3 പേരും പോകാനുള്ള ചാൻസ് ആണ് കേട്ടോ, പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായാലും ആര് പോകുന്നതായിരിക്കും തോന്നുന്നു? ഇതിനകത്ത് നോറയുടെയും നന്ദനയുടെയും സായിയുടെ ഒക്കെ ഫാൻസ് ഉണ്ടെങ്കിൽ എന്നെ തെറിവിളിക്കില്ല കേട്ടോ. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരാണല്ലോ കുറച്ചിപ്പം ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന 3 പേര്. ഡൗൺ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പൊ നോമിനേഷൻ ഒക്കെ എല്ലാവരും കണ്ടായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ നോമിനേഷൻ ശരിക്കും കണ്ടിരുന്നു. എപ്പിസോഡിനകത്ത് കാണാൻ പറ്റില്ല, കാരണം ലൈവ് കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ അത് കാരണം കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞതാ എനിക്ക്. നിങ്ങൾ കണ്ടായിരുന്നോ നോമിനേഷൻ ഒക്കെ? വേറെ ക്വസ്റ്റ്യൻ വേറെ ആരും ഒന്നും ചോദിക്കുന്നില്ല. ബിഗ് ബോസ് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് വേറെ എന്ത് എന്നെ കുറിച്ച് അറിയണമെങ്കിൽ അതൊക്കെ ചോദിക്കാം. ഞാനതൊക്കെ പറയാം കേട്ടോ. എന്ത് വേണമെങ്കിൽ ചോദിക്കാം. എനിക്ക് ആൻസർ പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ആൻസർ പറയും. എല്ലാരും പോയി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. മോളേക്കൊന്നും ചോദിക്കേ എന്തെങ്കിലും. ഞാനെല്ലാം എന്താ പറയാ. ആരും ഒന്നും ചോദിക്കില്ല. ചോദ്യങ്ങൾ പോരട്ടെ. വേറെ ചോദ്യം? നിങ്ങൾക്ക് ഔട്ട് ചെയ്തില്ല എന്തായാലും. ഇന്ന് അന്ന് 9:30 കഴിയുമ്പോൾ വോട്ടിംഗ് തന്നെ ഓപ്പൺ ആവും തോന്നുന്നു. വോട്ടൊന്നും ചെയ്യാൻ മറക്കണ്ട ആരും. കാരണം ഇനി അവസാനം പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പോയിട്ട് പിന്നെ പറയരുത് അവര് എല്ലാം ഔട്ട് ആവേണ്ടിയിരുന്നത് ഇവരായിരുന്നു ഔട്ട് ആവേണ്ടിയിരുന്നത്. നിങ്ങൾ വോട്ട് ചെയ്താലാണ് അവരവിടെ നിൽക്കുള്ളൂ. അപ്പൊ വോട്ട് ചെയ്യാനൊന്നും മറക്കണ്ട ആരും. എല്ലാവരും കൃത്യമായിട്ട് പോയിട്ട് ഡെയിലി വോട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ എന്തായാലും തന്നെ ഉണ്ടാവും. അപ്പൊ ആവശ്യമില്ലാത്തവരടുത്ത് പുറത്ത് കളയുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഒരാളുടെ മാത്രം ഫാൻ അല്ലെങ്കിൽ എപ്പോഴും ആലോചിച്ചിട്ട് നല്ല പ്ലെയർ ആരാണോ എന്ന് വിചാരിച്ച് ഓരോ വീക്കിലും ഓരോ നല്ല പ്ലെയേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കി നന്നായിട്ട് ഗെയിം കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ പേഴ്സണലായിട്ട് ഫേവറേറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും അവർക്കല്ലേ വോട്ട് ചെയ്യുള്ളൂ. അല്ലാത്തവരോടാട്ടോ ഞാൻ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ 3 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരും ബിഗ് ബോസ് ഇഷ്ടപ്പെടാത്തവരായിരിക്കും. അല്ലെങ്കിൽ നോറയുടെയോ സായിയുടെയോ നന്ദനയുടെ ഒക്കെ ഫാൻസ് ആയിട്ട് പോയി. വേറെ ക്വസ്റ്റ്യൻ പറ. ഇതിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം വന്നിട്ട് പറ്റില്ല. നേരെ എത്ര ഒരാളുള്ളൂ? മൂൺലൈറ്റ് മാത്രമേ ഉണ്ടോ? മൂൺലൈറ്റ് ഉണ്ടോ അവിടെ?